ഹായ്, ഹെയർ ഓയിലിംഗ് റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആഴ്ചയിൽ 2 തവണയാണ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത്. വീട്ടിൽ അമ്മ കാച്ചി തരുന്ന എണ്ണയാണ് ഞാൻ ഹെയർ ഓയിലിംഗ് റൂട്ടീനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഹെയർ ഓയിലിംഗ് റൂട്ടീനായിട്ട് ആദ്യം തന്നെ ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യണം. അതിനുശേഷം ഹെയർ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യണം. ഹോട്ട് ഓയിൽ മസാജിൻ്റെ ഒരു പ്രൊസീജിയർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെൽഫ് കെയർ ചെയ്യുന്നതുകൊണ്ട് അത്രയൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും ഡ്രോപ്പർ വെച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് റൗണ്ട് മസാജ് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഓയിൽ പെട്ടെന്നാണ് ഒലിച്ചിറങ്ങുക. ദെൻ സ്ലോലി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേർഷൻ മെത്തേഡിൽ ഹെയർ ഇട്ടതിന് ശേഷം സെയിം പ്രൊസീജിയറിൽ തന്നെ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് ഹെയർ ആപ്ലിക്കേഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം തല സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഓൾ ഓവർ ഒന്ന് ഹെഡ് കവർ ചെയ്ത് ഓയിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മസാജാണ്. റൂട്ടിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഹെയർ ടിപ്പിലും ഹെയറിലും നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അപ്പോഴേക്കും തന്നെ ഹെയർ ഒന്നും കൂടി ടാങ്കിൾസ് വന്നു. അപ്പോൾ ഡീറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കോംബ് ചെയ്യുന്നുണ്ട്. ശേഷം സ്കാൽപ്പ് മസാജർ ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. ഹെയർ ഇൻവേർഷൻ മെത്തേഡിലിട്ടിട്ടും ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. റൗണ്ട് മസാജാണ് കൊടുക്കുന്നത്. ദെൻ ഒന്നും കൂടി കോംബ് ചെയ്ത് ഞാൻ ഹെയർ കെട്ടി വെക്കുന്നുണ്ട്. കെട്ടി വെച്ച് ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 20 to 30 മിനിറ്റ് വരെയോ അല്ലെങ്കിൽ ഒരു 1 hour കഴിഞ്ഞിട്ടോ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷിംഗ് റൂട്ടീന് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബൈ.